ചെസ് ലോകകപ്പ് ഫൈനലിൽ ദിവ്യ ദേശ്മുഖും കൊനേരു ഹംപിയും തമ്മിലുള്ള ആദ്യ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഫൈനലിലെ രണ്ടാം ക്ലാസിക്കൽ പോരാട്ടം നാളെ നടക്കും. വിവരങ്ങളുമായി സ്പോർട് ഡെസ്കിൽ നിന്ന് രുജീഷ് ചേരുന്നുണ്ട്. രുജീഷ്, ചരിത്ര ഫൈനൽ എത്രത്തോളം ആവേശകരമായിരുന്നു? ചരിത്ര ഫൈനലിന്റെ ആദ്യഘട്ടത്തിൽ എന്തായാലും രണ്ടുപേർക്കും മുൻതൂക്കമില്ല. ഫൈനലിൽ രണ്ട് ക്ലാസിക്കൽ മത്സരമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ ദിവ്യ ദേശ്മുഖ് വെള്ളക്കരുവും കൊനേരു ഹംപി കറുത്ത കരുക്കളുമായുമാണ് കളിച്ചത്. തുടക്കം മുതൽ ദിവ്യക്ക് മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിലും 41-ാം നീക്കത്തിൽ ഹംപി സമനില പിടിച്ചു. അര പോയിന്റ് വീതം ഇരുവർക്കും ലഭിച്ചിട്ടുണ്ട്. നാളെ ഫൈനലിലെ രണ്ടാം ക്ലാസിക്കൽ മത്സരം നടക്കും. നാളെയും സമനിലയിൽ അവസാനിച്ചാൽ തിങ്കളാഴ്ച ടൈ ബ്രേക്കർ പോരാട്ടത്തിലേക്ക് ഫൈനൽ പോകും. ഇന്ത്യൻ ചെസ്സിലെ രണ്ട് തലമുറകൾ തമ്മിലുള്ള മത്സരം കൂടിയാണ് ഫൈനലിൽ നടക്കുന്നത്. ഇന്ത്യൻ വനിതാ ചെസ്സിന് പുതിയ മാനം നൽകിയ 38-കാരിയായ കൊനേരു ഹംപിയും പുതിയ പ്രതീക്ഷയായ 19 വയസ്സുകാരി ദിവ്യ ദേശ്മുഖും. ആര് ജയിച്ചാലും കിരീടം ഇന്ത്യക്കാണ് എന്നതിനാൽ വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ ആരാധകർ മത്സരത്തെ നോക്കിക്കാണുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ആണ് ഒരു ടൂർണമെന്റിൽ, ലോകകപ്പിൽ ഒരു ഇന്ത്യൻ വനിതാ താരം സെമിയിൽ എത്തുന്നത് പോലും ഇത്തവണയാണ്. പിന്നീട് കൊനേരു ഹംപി ആ നേട്ടം സ്വന്തമാക്കിയതിന് തൊട്ട് പിന്നാലെ ദിവ്യ ദേശ്മുഖ് ഫൈനലിൽ എത്തുന്ന ആദ്യ താരമെന്ന നേട്ടം സ്വന്തമാക്കി. പിന്നീടാണിത് ചരിത്ര ഫൈനലിലേക്ക് പോകുന്നത്. എന്തായാലും രണ്ട് ഇന്ത്യൻ താരങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമായതിനാൽ വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ ചെസ്സും ഈ മത്സരത്തെ നോക്കിക്കാണുന്നത്.